Hi learners, welcome to I Plus Training Solutions. അപ്പോൾ നമ്മുടെ UGC നെറ്റ് കൊമേഴ്സില് ബിസിനസ് എക്കണോമിക്സ് എന്ന് പറയുന്ന നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റില് പ്രൈസിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു പോർഷൻ പഠിക്കാനുണ്ട് അല്ലേ. പ്രൈസിംഗ് സ്ട്രാറ്റജി എല്ലാ പ്രാവശ്യവും എക്സാമിന് ഈ പ്രൈസിംഗ് സ്ട്രാറ്റജീസിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പ്രൈസിംഗ് സ്ട്രാറ്റജീസിനെ പറ്റി ഈ ഒരു ക്ലാസ്സിൽ കൂടെ പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ നെറ്റ് എക്സാമിന് ബിസിനസ് എക്കണോമിക്സിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നമുക്കറിയാം. ഈ ബിസിനസ് എക്കണോമിക്സ് എന്നൊക്കെ പറയുന്ന യൂണിറ്റിന്റെ ഒരു പ്രത്യേകത എന്താ? ഇതിനകത്തുനിന്ന് നമ്മൾ എന്തെങ്കിലും പഠിച്ചു വെച്ചാൽ ഇതിൽ നിന്ന് തന്നെ ചോദിക്കത്തുള്ളൂ. അതായത് നമുക്ക് ഔട്ട് ഓഫ് സിലബസ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ഒന്നുമല്ല. ഇതൊക്കെ ഭയങ്കര നമുക്ക് ആ തന്നിരിക്കുന്ന ഏരിയാസ് എന്തൊക്കെയാണോ അത് മാത്രം നോക്കി വെച്ചാൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ. അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കൊന്ന് നോക്കാം പ്രൈസിംഗ് സ്ട്രാറ്റജീസ്. ഫസ്റ്റ് വൺ ആണ് പ്രൈസ് സ്കിമ്മിങ് അല്ലെങ്കിൽ സ്കിമ്മിങ് പ്രൈസിംഗ് എന്ന് പറയും. നിങ്ങൾക്ക് ഒരുവിധം കുറച്ച് പേർക്കെങ്കിലും അറിയാവുന്ന സ്ട്രാറ്റജി ആയിരിക്കും. ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ള ഏരിയ ആണല്ലേ ഈ പ്രൈസിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ. അപ്പൊ ഇവിടെ സ്കിമ്മിങ് പ്രൈസിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കിമ്മ് ചെയ്യുക, അതായത് ഇനിഷ്യലി നമ്മളൊരു ഹൈ പ്രൈസ് ചാർജ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ് സ്കിമ്മിങ് സ്ട്രാറ്റജി. സ്കിമ്മ് ചെയ്യുന്നു അല്ലെ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ ആദ്യം അതിന്റെ ഇനിഷ്യൽ പ്രൈസ് വളരെ ഹൈ പ്രൈസ് ആയിരിക്കും, വളരെ വലിയൊരു പ്രൈസ് ആയിരിക്കും നമ്മൾ അതിന് ചാർജ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ഗ്രാജുവലി എന്ത് ചെയ്യും, അതിന്റെ വില കുറയ്ക്കും. നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ ഭയങ്കര വലിയ പ്രൈസ് ആയിരിക്കും. അത് കഴിഞ്ഞ് ആളുകളൊക്കെ വാങ്ങി ഒരു ഡിമാൻഡ് ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, പ്രൈസ് കുറയ്ക്കും. അതാണ് നമ്മുടെ സ്കിമ്മിങ് സ്ട്രാറ്റജി. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുക, ഇനിഷ്യലി ഹൈ പ്രൈസ് ആയിരിക്കും, പിന്നെ ഗ്രാജുവലി പ്രൈസ് കുറച്ച് വരുന്ന സ്ട്രാറ്റജിയാണ് സ്കിമ്മിങ് പ്രൈസിങ് അല്ലെങ്കിൽ പ്രൈസ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്കിം പ്രൈസിങ്. It is a strategy in which a firm charges a high initial price and then gradually lower the price to attract more price sensitive customers. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു സ്കിമ്മിങ് പ്രൈസിങ് സ്ട്രാറ്റജി ഫേമുകൾ യൂസ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഇങ്ങനെ സ്കിം ചെയ്ത് പ്രൈസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ പ്രൊഡക്റ്റ് ആദ്യമായിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ മാക്സിമം റവന്യൂ കളക്ട് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യമായിരിക്കും നമ്മുടെ ഫേമിനുള്ളത്. മാക്സിമം റവന്യൂ കളക്ട് ചെയ്യുക. അപ്പൊ ആദ്യം അതിന്റെ വില ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഈ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം വിലയും നമ്മൾ എടുക്കണം. അതാണ് ഈ ഒരു സ്ട്രാറ്റജി, ഈ ഒരു പ്രൈസിങ് സ്ട്രാറ്റജിയിൽ പറയുന്നത്. അപ്പോൾ കസ്റ്റമർ ഡിമാൻഡ് കൂടി നിൽക്കുന്ന സമയത്തും അതേപോലെ തന്നെ കോമ്പറ്റീഷൻ നമ്മുടെ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്തിട്ടില്ലാത്ത സിറ്റുവേഷനും ആയിരിക്കും. നമ്മളിപ്പോൾ യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഇറക്കി, ആ പ്രൊഡക്റ്റ് ഇറങ്ങുമ്പോൾ അതിനൊരു കോമ്പറ്റീറ്റേഴ്സ് കാണത്തില്ല. നമ്മൾ സ്വന്തം ഐഡിയയിൽ ഭയങ്കര യുണീക്ക് ആയിട്ടൊരു വെറൈറ്റി പ്രൊഡക്റ്റ് ഇറക്കിയേക്കുന്നത്. അപ്പോൾ ആ നമ്മൾ ഇറക്കുന്ന സമയത്ത് കോമ്പറ്റീറ്റേഴ്സ് ഇല്ല, കസ്റ്റമേഴ്സിന് നല്ല ഡിമാൻഡ് ആയിരിക്കും, കോമ്പറ്റീറ്റേഴ്സ് ആരും ഇല്ല. അങ്ങനെ വരുമ്പോൾ എന്താ, നമുക്ക് മാക്സിമം പ്രൈസ് ചാർജ് ചെയ്യാം അല്ലെ. കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ വരുന്നതിന് മുന്നേ നമുക്കറിയാം, നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് ഇറക്കിയാലും അതിന് ആൾക്കാർക്ക് ഡിമാൻഡ് ഉണ്ടെന്ന് കാണുമ്പോൾ തന്നെ അതിന്റെ കോമ്പറ്റീറ്റേഴ്സ് വേഗം മാർക്കറ്റിലേക്ക് വരും. മറ്റുള്ളവർ ഇത് കാണുമല്ലേ, അവരപ്പോഴത്തേക്കിന് ഇതിന്റെ ഓൾട്ടർനേറ്റീവ് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കും അല്ലെ. അപ്പൊ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പല പ്രൊഡക്റ്റുകളും മറ്റ് കോമ്പറ്റീറ്റേഴ്സ് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ കോമ്പറ്റീറ്റേഴ്സ് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്തിട്ടില്ല. ആ സമയത്ത് മാക്സിമം റവന്യൂ കളക്ട് ചെയ്യണം. ആ സമയത്ത് നല്ല ഡിമാൻഡ് ആയിരിക്കും. ഈ ഹൈ ഡിമാൻഡ് ഉള്ള സമയത്ത് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് മാക്സിമം റവന്യൂ കളക്ട് ചെയ്യുക. കോമ്പറ്റീറ്റേഴ്സ് വരുന്നതിന് മുന്നേ നമുക്ക് കിട്ടാവുന്ന എല്ലാം നമ്മൾ മാക്സിമം പ്രൈസ് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങി വെക്കുക. അതാണ് ഈ ഒരു സ്കിമ്മിങ് പ്രൈസിംഗ് സ്ട്രാറ്റജിയുടെ ലക്ഷ്യം. ഓക്കെ, സോ skimming can encourage the entry of competitors since other firms will notice the artificially high margin available in the product. They will quickly enter. So നമുക്കറിയാം, നമ്മളൊരു പ്രൊഡക്റ്റ് ഇറക്കി, അത് വെറൈറ്റി പ്രൊഡക്റ്റ് ആണ്, ആളുകൾക്ക് നല്ല ഡിമാൻഡ് ഉണ്ടെന്നൊക്കെ കാണുമ്പോഴേക്കും മറ്റ് കോമ്പറ്റീറ്റേഴ്സ് എന്ത് നോക്കും, ഇവരുടെ പ്രൊഡക്റ്റ് ആൾക്കാരെല്ലാം വാങ്ങുന്നു, ഇവർക്ക് ഭയങ്കര ഡിമാൻഡ് ഉണ്ടല്ലോ, ഭയങ്കര പ്രൈസ് ചാർജ് ചെയ്യുന്നുണ്ടല്ലോ, നല്ല പ്രോഫിറ്റ് ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ അവരും ഉടനെ തന്നെ അതിനൊരു കോമ്പറ്റീറ്റർ ആയിട്ട് അവർ മറ്റൊരു പ്രൊഡക്റ്റ് ഇറക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇനീഷ്യലി നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുന്ന സമയത്ത് കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ വരുന്നതിന് മുന്നേ ആദ്യം തന്നെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നും മാക്സിമം പ്രൈസ് ചാർജ് ചെയ്യുക എന്നുള്ളതാണ് പ്രൈസ് സ്കിമ്മിങ്ങിന്റെ ലക്ഷ്യം. ഇനിഷ്യലി ഹൈ പ്രൈസ് ആയിരിക്കും, പിന്നെ കോമ്പറ്റീറ്റേഴ്സ് വരുമ്പോഴത്തേക്കിനുണ്ടല്ലോ, കോമ്പറ്റീറ്റേഴ്സ് മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേക്കിന് നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രോഡക്റ്റിന്റെ വില അങ്ങ് കുറയ്ക്കും
അല്ലെ? ഇല്ലെങ്കിൽ ഭയങ്കര കൂട്ടി വെച്ചാൽ പിന്നെ ആരും മേടിക്കാതാകും അല്ലെ? കോമ്പറ്റീറ്റേഴ്സ് ഇറക്കി പിന്നെ എല്ലാവരും കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൊഡക്റ്റിലേക്ക് പോകും. അപ്പൊ കോമ്പറ്റീറ്റേഴ്സ് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാജുവലി നമ്മൾ അതിന്റെ വില കുറയ്ക്കും. അതാണ് സ്കിമ്മിങ് പ്രൈസിങ്. നമുക്ക് ഐഫോൺസ് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ആപ്പിളിന്റെ ഐഫോണുകളുടെ പ്രത്യേകത നമുക്കറിയാം, ഇറങ്ങുമ്പോൾ ഭയങ്കര വിലയല്ലേ? അത് ഏത് മോഡൽ ഇറങ്ങിയാലും, ഇപ്പോൾ ഐഫോൺ 14, 15, 16 ഇങ്ങനെ പുതിയ പുതിയ മോഡൽ ഇറങ്ങുമ്പോൾ ഈ മോഡൽ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര വിലയായിരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിന്റെ വില കുറയും അല്ലെ? നമുക്കറിയാം ഈ സ്റ്റാറ്റസ് ഒക്കെ നോക്കുന്ന സ്റ്റാറ്റസും പ്രൊഡക്റ്റിന്റെ സ്റ്റാറ്റസിനോടൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കസ്റ്റമേഴ്സിനൊക്കെ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഈ സ്കിമ്മിങ് സ്ട്രാറ്റജി കൂടുതലായിട്ടും ഫേമുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ സ്ട്രാറ്റജിയിലേക്ക് പോകാം, പെനട്രേഷൻ പ്രൈസിങ്. നമ്മൾ സ്കിമ്മിങ് സ്ട്രാറ്റജിയിൽ എന്താണോ പറഞ്ഞത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പെനട്രേഷൻ പ്രൈസിങ് സ്ട്രാറ്റജി. പെനട്രേറ്റ് ചെയ്യും അല്ലെ? തുളച്ചു കയറുക എന്ന് പറയും, പെനട്രേറ്റ് ചെയ്യുക. അപ്പൊ പെനട്രേഷന്റെ പ്രത്യേകത എന്താ? നമ്മൾ മാർക്കറ്റിലേക്ക് പതിയെ കയറി വരികയാണ്. അപ്പോൾ ആദ്യം ചെറിയ പ്രൈസ് ആയിരിക്കും ചാർജ് ചെയ്യുന്നത്, ഒരു ലോ പ്രൈസ് ആയിരിക്കും നമ്മൾ ചാർജ് ചെയ്യുന്നത്. ദെൻ ഗ്രാജുവലി പ്രൈസ് കൂട്ടി വരുന്ന ഒരു സ്ട്രാറ്റജിയാണ് പെനട്രേഷൻ പ്രൈസിങ് സ്ട്രാറ്റജി. സോ ഇവിടെ used to quickly gain market share by setting an initially low price to entice customers to purchase. Once the product is established, business gradually increase the price. അപ്പോൾ ഈ ഒരു പെനട്രേഷൻ പ്രൈസിങ് സ്ട്രാറ്റജി ചൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ മാർക്കറ്റ് ഷെയർ ഈ ഫേമിന് ഗെയിൻ ചെയ്യാനാണ്. അതായത് ഇപ്പോൾ ഓൾറെഡി അവിടെ കുറെ കോമ്പറ്റീറ്റേഴ്സ് ഒക്കെ ഉണ്ട്, അവർ ഒരു അത്യാവശ്യം നല്ലൊരു പ്രൈസ് ആ പ്രോഡക്റ്റിന് ചാർജ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതുപോലെ ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ നമ്മളൊരു ലോ പ്രൈസ് ആണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ഈ കസ്റ്റമർ ബേസ് എല്ലാം നമുക്ക് കിട്ടും. കാരണം നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഭയങ്കര കുറവല്ലേ? അപ്പൊ ഈ കസ്റ്റമേഴ്സ് എല്ലാം നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് വരും അല്ലെ? നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് വരും. അങ്ങനെ നമുക്കൊരു മാർക്കറ്റ് ഷെയർ ഗെയിൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പതിയെ ഇതിന്റെ വില അങ്ങ് കൂട്ടും. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സ് ഒക്കെ ഉപയോഗിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട് അവരതുമായിട്ട് യൂസ്ഡ് ആയി വരും. പിന്നെ നമ്മൾ വില കൂട്ടിയാലും ചിലപ്പോൾ ഈ കസ്റ്റമേഴ്സ് ഇവിടുന്ന് പോകാൻ സാധ്യതയില്ല, നമ്മുടെ പ്രൊഡക്റ്റ് തന്നെ അവർ കണ്ടിന്യൂ ചെയ്യും. ഇതാണ് നമ്മുടെ പെനട്രേഷൻ പ്രൈസിങ് സ്ട്രാറ്റജി. തുടക്കത്തിൽ ലോ പ്രൈസ് ആയിരിക്കും, പിന്നീട് ആ ലോ പ്രൈസ് ചാർജ് ചെയ്യുമ്പോഴത്തേക്കിന് കുറെ കസ്റ്റമേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് വരും. അങ്ങനെ ഒരു കസ്റ്റമർ ബേസ്, ഒരു മാർക്കറ്റ് ഷെയർ ആയി കഴിയുമ്പോൾ ഗ്രാജുവലി നമ്മൾ പ്രൈസ് അങ്ങ് കൂട്ടും. This strategy is generally used by new entrants into a market. An extreme form of penetration pricing is called predatory pricing. അപ്പോൾ ഈ ഒരു പെനട്രേഷൻ പ്രൈസിംഗ് ഒക്കെ സാധാരണ ന്യൂ എൻട്രൻസ് ഉണ്ടല്ലോ, അതായത് പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വരുന്ന, നമുക്കറിയാം ന്യൂ കമേഴ്സ് ഒക്കെ മാർക്കറ്റിലേക്ക് ആദ്യമായിട്ട് വന്ന് പുതിയൊരു പ്രൊഡക്റ്റ് ഒക്കെ ഇറക്കുമ്പോൾ സാധാരണ അവർ ചെറിയ പ്രൈസ് ഒക്കെ ആയിരിക്കും ആദ്യം ചാർജ് ചെയ്യുന്നത്. ഈ പെനട്രേഷൻ പ്രൈസിംഗിന്റെ ഒരു എക്സ്ട്രീം ലെവലിനെ പ്രിഡേറ്ററി പ്രൈസിംഗ് എന്നും പറയാറുണ്ട്. പ്രിഡേറ്ററി പ്രൈസിംഗ്. ഓക്കെ, സോ എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പറഞ്ഞു? ക്യാപ്ചർ ദി മാർക്കറ്റ് ഷെയർ, ക്രിയേറ്റ് ബ്രാൻഡ് ലോയൽറ്റി, ഡ്രൈവ് കോമ്പറ്റീറ്റേഴ്സ് ഔട്ട് ഓഫ് ദി മാർക്കറ്റ്. കോമ്പറ്റീറ്റേഴ്സിനെ മാർക്കറ്റിൽ നിന്ന് ഔട്ട് ആക്കുക എന്നുള്ളതും കൂടിയാണ് ഇവരുടെ ലക്ഷ്യം. അതായത് ഈ ഒരു കമ്പനി ഒരു ലോ പ്രൈസ് ഇനീഷ്യലി ചാർജ് ചെയ്യുമ്പോൾ എല്ലാ കസ്റ്റമേഴ്സും ഇവരുടെ പ്രൊഡക്റ്റിലേക്ക് വരും. അപ്പോൾ ഈ കോമ്പറ്റീറ്റേഴ്സിന്റെ പ്രൊഡക്റ്റ് വാങ്ങാൻ ആളില്ലാതാകും. അങ്ങനെ കോമ്പറ്റീറ്റേഴ്സ് മാർക്കറ്റിൽ നിന്ന് ഔട്ടായി എന്ന് അറിയുമ്പോഴത്തേക്കിന് നമ്മുടെ കമ്പനി എന്ത് ചെയ്യും? ഗ്രാജുവലി പ്രൈസ് അങ്ങ് കൂട്ടും. ഇതാണ് നമ്മളുടെ പെനട്രേഷൻ പ്രൈസിങ് സ്ട്രാറ്റജി. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഇൻ ലോങ് റൺ. ഈ പെനട്രേഷൻ പ്രൈസിങ് സ്ട്രാറ്റജി ലോങ് റണ്ണിൽ നമുക്ക് അത്ര സ്യൂട്ടബിൾ ആകത്തില്ല. കാരണം നമ്മൾ ഇങ്ങനെ ആദ്യം വില കുറച്ചു, പിന്നെ വില കൂട്ടുമ്പോഴേക്കിനും അപ്പോഴത്തേക്കിന് വേറെ കോമ്പറ്റീറ്റേഴ്സ് മാർക്കറ്റിലേക്ക് വരും അല്ലെ? കുറഞ്ഞ പ്രൈസിൽ കൊടുക്കാനായിട്ട് മറ്റു കോമ്പറ്റീറ്റേഴ്സ് വരും. വീണ്ടും നമ്മുടെ കസ്റ്റമർ ബേസ് അവിടെ ഇല്ലാതെയാകും. ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ഹൈ പ്രൈസ് ചാർജ് ചെയ്തുകൊണ്ട് ഈ കസ്റ്റമേഴ്സിനെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കാനായിട്ടും പറ്റില്ല. ഓക്കെ, അപ്പൊ ഈ രണ്ടാമത്തെ സ്ട്രാറ്റജിയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ദ തേർഡ് വൺ ഈസ് പീക്ക് ലോഡ് പ്രൈസിങ്. അവിടെ ആ പേര് തന്നെ കേട്ടാൽ മനസ്സിലാകും. പീക്ക് ലോഡ്. പീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? പീക്ക് ഈ സീസണലായിട്ട് പ്രൈസ് ചേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ സീസണലായിട്ട് പ്രൈസ് ചാർജ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് പീക്ക് ലോഡ് പ്രൈസിങ്. പീക്ക് സീസണിൽ കൂടുതൽ പ്രൈസ് ഇടുന്നു, സീസൺ അല്ലാത്ത സമയത്ത് വില കുറയ്ക്കുന്നു. ഇങ്ങനെ ഒരു സ്ട്രാറ്റജി നമ്മൾ പല തവണയും പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് നമ്മളുടെ എയർലൈൻസിന്റെ ടിക്കറ്റ് ചാർജുകൾ അത് പീക്ക് ലോഡ് പ്രൈസിങ് സ്ട്രാറ്റജിയാണ് അല്ലെ? എന്തുകൊണ്ടാ? എയർലൈൻസിന്റെ ടിക്കറ്റ് ചാർജ് എപ്പോഴും ഒരേ സെയിം റേറ്റ് തന്നെയാണോ ടിക്കറ്റ്? നമ്മളിപ്പോ ബസ്സിനകത്തൊക്കെ പോകുമ്പോൾ ഇത്ര കിലോമീറ്ററിന് ഒരു മിനിമം ചാർജ് ഉണ്ട്. അതേപോലെയാണോ എയർലൈൻസിൽ ടിക്കറ്റ് ചാർജ് വരുന്നത്? ഇത്ര കിലോമീറ്റേഴ്സ്
അല്ലെങ്കിൽ എത്രയാണോ ആ ഫ്ലൈങ് ടൈമോ അല്ലെങ്കിൽ അവറൊക്കെ വരുന്നത് അതനുസരിച്ചിട്ടാണോ നമ്മുടെ എയർലൈൻസിന്റെ ടിക്കറ്റ് ചാർജ് വരുന്നത്? എല്ലാ പ്രാവശ്യവും സെയിം റേറ്റ് ആയിരിക്കുമോ? അല്ല. നമുക്കറിയാം എയർലൈൻസിന്റെ ടിക്കറ്റ് ചാർജ് ഒക്കെ ഇങ്ങനെ വില കൂടിയും കുറഞ്ഞും നിൽക്കും. അത് പീക്ക് ലോഡ് പ്രൈസിങ് അല്ലേ? ഈ സീസണൽ ആയിട്ടുള്ള സമയത്ത്, ഈ കുട്ടികൾക്കൊക്കെ അവധി ഒക്കെ ഉള്ള സമയത്തൊക്കെ, വെക്കേഷൻ ടൈമിലും അങ്ങനെ സീസണൽ സമയത്ത് ടിക്കറ്റ് ചാർജ് ഭയങ്കര കൂടുതലായിരിക്കത്തില്ലേ? കാരണം ഒരുപാട് പേര് നാട്ടിലേക്കൊക്കെ വരാൻ വേണ്ടി ടിക്കറ്റ് എടുക്കും. അപ്പൊ ഇതിന്റെ ടിക്കറ്റ് ചാർജ് ഭയങ്കര കൂടും. കാരണം ഡിമാൻഡ് കൂടി നിൽക്കുകയാണ്, അല്ലെങ്കിൽ സീസണൽ സമയത്ത് ഡിമാൻഡ് ഉണ്ട്. അപ്പൊ ഇവരെന്ത് ചെയ്യും? പ്രൈസ് ഭയങ്കരമായിട്ട് കൂട്ടും. ഇനി ഈ വെക്കേഷൻ ടൈമൊക്കെ കഴിഞ്ഞു, ഓക്കെ, വെക്കേഷൻ ടൈമൊക്കെ കഴിഞ്ഞ് അല്ലാത്തൊരു സമയത്താണെങ്കിലോ ടിക്കറ്റ് ചാർജ് നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര കുറഞ്ഞിരിക്കുന്നതും കാണാം, ഭയങ്കര കുറവായിരിക്കും. കാരണം വലിയ ഡിമാൻഡ് ഒന്നും ഇല്ല. ഇതാണ് പീക്ക് ലോഡ് പ്രൈസിങ് എന്ന് പറയുന്നത്. ഇനി ഒന്ന് വായിച്ചു നോക്കിക്കേ. ബിസിനസ് ചാർജസ് ഹൈ പ്രൈസ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഹൈ ഡിമാൻഡ്. അതാണ് പീക്ക് ലോഡ് പ്രൈസിങ്. ഹൈ ഡിമാൻഡ് ഉള്ള സമയത്ത് ഹൈ പ്രൈസ് ചാർജ് ചെയ്യുന്നു, ഡിമാൻഡ് കുറയുമ്പോൾ ലോ പ്രൈസും ചാർജ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ് ഫേം ചേഞ്ച് മോർ ആൻഡ് ഏൺ എ പ്രോഫിറ്റ് ഡ്യൂറിംഗ് പീക്ക് വൈൽ ഓഫറിംഗ് ഡിസ്കൗണ്ട് ഡ്യൂറിംഗ് ദ ലോ ഡിമാൻഡ് ടൈം. അപ്പൊ ഈ പീക്ക് സമയത്ത്, പീക്ക് സീസണിൽ അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അങ്ങനെ ഹൈ പ്രൈസ് ചാർജ് ചെയ്യും. അതേപോലെ തന്നെ പീക്ക് അല്ലാത്ത സമയത്തോ, ഓഫ് സീസൺ ഒക്കെ സമയത്താണെങ്കിൽ ഈ കമ്പനീസ് അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റുകൾക്ക് എന്ത് കൊടുക്കും? ഡിസ്കൗണ്ടുകളും കൊടുക്കും. കാരണം ഡിമാൻഡ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് നല്ല പ്രൈസ്, കുറഞ്ഞ പ്രൈസിലായിരിക്കും ഈ പ്രൊഡക്റ്റുകൾ കിട്ടുന്നത്. എന്നാൽ സീസൺ സമയത്താണെങ്കിൽ ഹൈ പ്രൈസ് ആയിരിക്കും ചാർജ് ചെയ്യുന്നത്. നമുക്ക് എയർലൈൻ ടിക്കറ്റ്സിന്റെ എക്സാമ്പിൾ വേണമെങ്കിൽ ആ പീക്ക് ലോഡ് പ്രൈസിംഗിൽ പറയാം. ഓക്കെ, ഈ 3 തരത്തിലുള്ള പ്രൈസിംഗ് സ്ട്രാറ്റജീസും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സ്കിമ്മിംഗ് പ്രൈസിംഗ്, പെനട്രേഷൻ പ്രൈസിംഗ് ആൻഡ് പീക്ക് ലോഡ് പ്രൈസിംഗ് എക്സാമിന് ചോദിക്കുന്നതാണ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്